നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് വാളയാർ ടോൾ പ്ലാസയിൽ എക്സൈസ് സംഘം 1 കിലോ MDMA പിടികൂടി. തൃശൂർ മുകുന്ദപുരം സ്വദേശിയായ യുവാവിനെ അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ ജൽജീവൻ മിഷൻ പദ്ധതിക്ക് KSCBയുടെ സ്റ്റോപ്പ് മെമ്മോ. അനുമതിയില്ലാതെ KSCBയുടെ സ്ഥലത്ത് കിണർ നിർമ്മിക്കുന്നതെന്ന് പരാതി. BJPക്കെതിരെ ആരുമായും സഖ്യത്തിന് തയ്യാറെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്നും റസാഖ് പാലേരി. വിസ്ഡം കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് 11 പെരിന്തൽമണ്ണയിൽ 5 ദിവസത്തെ വൈജ്ഞാനിക പ്രദർശനം ആരംഭിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. പാലക്കാട് വാളയാർ ടോൾ പ്ലാസയിലെ വാഹന പരിശോധനയിൽ KSRTC ബസ്സിലെ യാത്രക്കാരിൽ നിന്നും 1 കിലോ MDMA എക്സൈസ് സംഘം പിടികൂടി. തൃശൂർ മുകുന്ദപുരം പറപ്പൂക്കര പറങ്ങോടത്ത് വീട്ടിൽ 26-കാരനായ ദീക്ഷിതിനെ കേസിൽ പിടികൂടി. വാളയാർ ടോൾ പ്ലാസയിൽ ടാസ്ക് ഫോഴ്സ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒറ്റപ്പാലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ N പ്രേമാനന്ദകുമാറും സംഘവും പാലക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ R റിനോഷും സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് MDMA കണ്ടെത്തിയത്. കോയമ്പത്തൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിലെ യാത്രക്കാരനായ ദീക്ഷിത്തിൽ നിന്നാണ് 1 കിലോ MDMA പിടികൂടിയത്. ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ ഗുരുവായൂരപ്പൻ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ പ്രേംകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് ഫിറോസ്, അമർനാഥ്, ഡ്രൈവർമാരായ ലൂക്കോസ്, സാനി തുടങ്ങിയവരും പരിശോധനയിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ 95% പൂർത്തിയായ ജൽജീവൻ പദ്ധതിക്ക് KSCBയുടെ സ്റ്റോപ്പ് മെമ്മോ. പദ്ധതിക്ക് ആവശ്യമായ കിണർ നിർമ്മിക്കുന്നത് KSCBയുടെ സ്ഥലത്ത് അനുമതിയില്ലാതെ എന്ന് കാണിച്ചാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. KSCB കോഴിക്കോട് മേഖലാ പ്ലാനിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചു. കുമരംപുത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതിയാണ് ജലജീവൻ മിഷൻ ശുദ്ധജല പദ്ധതി. ഇതിനായി 6,22,00,000 രൂപ ചെലവിൽ കാരാപ്പാടം കുരുത്തിച്ചാലിൽ 3 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരണ പ്ലാന്റും 2 ലിറ്റർ ശേഷിയുള്ള ജലസംഭരണിയും ഉൾപ്പെടെ നിർമ്മാണം പൂർത്തിയായി. മോട്ടോറുകളും പൈപ്പുകളും സ്ഥാപിച്ചു. പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കുഴിച്ച മൈലാമ്പാടത്ത് നിന്ന് കാരാപ്പാടത്തേക്കുള്ള റോഡ് ടാറിംഗ് ഒഴികെയുള്ള പ്രവൃത്തികളും പൂർത്തിയാക്കി. കിണറിന്റെ പണി പൂർത്തിയാക്കി 1 മാസത്തിനകം വെള്ളം പമ്പ് ചെയ്ത് റോഡിൽ പൈപ്പിന് ചോർച്ചയുണ്ടോ എന്ന് നോക്കിയ ശേഷം ടാറിംഗ് നടത്താനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിരുന്നു. വെള്ളമെടുക്കാനായി കുരുത്തിച്ചാലിൽ കിണറിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കുരുത്തിച്ചാൽ പുഴ വരെ പൈപ്പുകളും സ്ഥാപിച്ചു. ഇത്രയും ആയപ്പോഴാണ് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ KSCB ജല അതോറിറ്റിയോട് ആവശ്യപ്പെട്ടത്. കിണർ നിർമ്മിക്കുന്നത് KSCBയുടെ അധീനതയിലുള്ള സ്ഥലമാണെന്നും അനുമതിയില്ലാതെയാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നും കാണിച്ചാണ് KSCB അധികൃതർ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കിണർ നിർമ്മിക്കുന്ന ഭാഗത്തെ ചെറിയ ചെക്ക് ഡാം KSCBയുടേതാണെന്നും നദിയിലെ ജലമൊഴുക്കിന്റെ റീഡിംഗ് എടുക്കാനായി 1965 മുതൽ സ്ഥാപിച്ചതാണ് ചെക്ക് ഡാം എന്നുമാണ് KSCB അധികൃതരുടെ അവകാശവാദം. എന്നാൽ ഇക്കാര്യം അറിയില്ലെന്നാണ് പഞ്ചായത്തും ജല അതോറിറ്റിയും പറയുന്നത്. നിലവിലെ പ്ലാനിൽ കിണർ നിർമ്മിച്ചാൽ ജലമൊഴുക്കിന്റെ റീഡിംഗ് തടസ്സപ്പെടുമെന്നും പുതിയ പ്ലാൻ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും KSCB അധികൃതർ പറഞ്ഞു. ശുദ്ധജല പദ്ധതിക്ക് കോട്ടം വരാത്ത വിധത്തിൽ 2 വകുപ്പുകളും സമവായത്തിൽ എത്തണമെന്ന് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PM നൗഫൽ തങ്ങൾ പറഞ്ഞു. നമ്മൾ സ്ഥലം സൗജന്യമായി ലഭ്യമാക്കി കൊടുത്താൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റിയോടും കൂടെ ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായി വരുന്നത്. ഇതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് അറിവില്ല എന്ന് പറയുന്നതിൽ കുറവില്ല. കാരണം നമുക്കൊന്നും സത്യത്തിൽ അങ്ങനെ കെട്ടവിടെ കാണാം എന്നല്ലാതെ എന്താണ് ഏതാണെന്ന് ഇപ്പോഴും നമ്മളാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഈ ജലജീവൻ മിഷൻ്റെ പദ്ധതി ഇവിടെ ഈ പണിയെടുക്കുന്ന കരാറുകാരിൽ നിന്നാണ് ഇങ്ങനെ KSCBയുടെ ആളുകൾ കോഴിക്കോട് നിന്ന് വിളിച്ചിരുന്നു. അപ്പോൾ അവർ ഈ സ്ഥലം സന്ദർശിക്കാൻ വരുന്നുണ്ട്, നിങ്ങളും വരണം എന്ന് പറഞ്ഞു. വാട്ടർ അതോറിറ്റിയുടെ ആളുകളുണ്ടാവും, ജലജീവൻ മിഷൻ്റെ ബന്ധപ്പെട്ട ആളുകളുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ആ നിലക്ക് വന്നാൽ ആ രേഖാമൂലം നമുക്കൊരു കത്ത് തരിക അല്ലെങ്കിൽ പദ്ധതി നിർത്തിവെക്കണം എന്ന് നമ്മളോട് പഞ്ചായത്തിനോട് പറയുക ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നു അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ കാര്യങ്ങൾ 1965 തുടക്കം കുറിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നും ഉറക്കെ നടന്നു പോകുന്നുണ്ട്. അതിന് തടസ്സം വരുന്ന രൂപത്തിൽ പോകുന്നത് പ്രയാസകരമാകും. കേവലം ഒരു അനുവാദമെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഒരു കൂടിയാലോചനകൾ ഇല്ലാതെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വന്ന വീഴ്ചകളെക്കുറിച്ച് നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതിന് പകരം ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ എല്ലാവരും സർക്കാർ, ഡിപ്പാർട്ട്മെൻറ്റ്, ലോക്കൽ ബോഡി എല്ലാം പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ സൗകര്യമാണ് ഭരിക്കുന്നവരുടെ
മനസ്സ്. അപ്പോൾ അവരുടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണം സർക്കാരും ഉദ്യോഗസ്ഥരും പെരുമാറേണ്ടത്. ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം. അവരുടെ മനസ്സിനെ ഹനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തെ ഹനിച്ചുകൊണ്ട് യാതൊരു പ്രവൃത്തികളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. KSEB ശുദ്ധജല പദ്ധതിക്ക് തടസ്സം നിൽക്കില്ലെന്നും സാങ്കേതിക പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് സ്ഥലം സന്ദർശിച്ചതെന്നും KSEB കോഴിക്കോട് മേഖല പ്ലാനിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു അറിയിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സഹദ് അരിയൂർ, നൌഫൽ തങ്ങൾ, ഇന്ദിര മടത്തുംപുള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ D വിജയലക്ഷ്മി, ഖാദർ കുത്തനിൽ, മേരി സന്തോഷ്, ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രമോദ്, കുമരപുത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ശിവപ്രകാശ്, പൊതുപ്രവർത്തകരായ ബേബിരാജ്, നൌഷാദ് വെള്ളപ്പാടം എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. BJPക്കെതിരെ ആരുമായും സഖ്യത്തിന് തയ്യാറെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണി രാഷ്ട്രീയവുമായി പുറംതിരിഞ്ഞു നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മറ്റ് തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും റസാഖ് പാലേരി ഒറ്റപ്പാലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റക്ക് മത്സരിച്ചിട്ടുണ്ട്. UDFുമായി ചേർന്ന് മത്സരിച്ചു. വളരെ കുറഞ്ഞ ഇടങ്ങളിൽ LDFുമായി ധാരണയുണ്ടാക്കി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുകൾക്ക് അനുകൂലമായ നിലപാടാണ് വെൽഫെയർ പാർട്ടി. മുന്നണി രാഷ്ട്രീയവുമായി പുറംതിരിഞ്ഞ് നിൽക്കാൻ വെൽഫെയർ പാർട്ടി LDFുമായി UDFുമായി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നീക്കുപോക്ക് നടത്തിയിട്ടുണ്ട്. വരും കാലങ്ങളിലും അത്തരം ചർച്ചകൾ തുടരും. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അടങ്ങാത്തിയായൊന്നുമല്ല. ഞങ്ങളുടെ മുമ്പിൽ രാഷ്ട്രീയ ശത്രുവായി BJP മാത്രമേ. ഇതൊരു വംശീയ വിദ്വേഷ രാഷ്ട്രീയമാണ് എന്ന നിലക്ക് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ വിജയസാധ്യത കുറയ്ക്കുവാൻ വിശാല ഐക്യത്തിന് ആര് തയ്യാറായാലും അത്തരം കൂട്ടായ്മകളെ പിന്തുണക്കും എന്നത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്ക് മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയങ്ങളും തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്തിമമായ തീരുമാനത്തിലേക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് അതിലൊരു ഡിസിഷനും ഇപ്പോൾ പാർട്ടി എടുക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടി തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക എന്ന പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് അവിടെ മണ്ഡലം കൺവെൻഷൻ ചേർന്നു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. കണ്ണിയമ്പുറം പാലം മുതൽ ഈസ്റ്റ് ഒറ്റപ്പാലം വരെയാണ് പദയാത്ര നടത്തിയത്. നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണമെന്ന പ്രമേയം ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്കാണ് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകിയത്. സ്വീകരണത്തിന്റെ ഭാഗമായി കണ്ണിയമ്പുറം പാലം പരിസരത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര ഈസ്റ്റ് ഒറ്റപ്പാലത്ത് സമാപിച്ചു. നൂറുകണക്കിന് ആളുകൾ പദയാത്രയിൽ പങ്കാളികളായി. തുടർന്ന് സമാപന പൊതുസമ്മേളനവും നടന്നു. കാശ്മീർ വിഷയത്തിൽ എല്ലാവരും ദുഃഖത്തിൽ പങ്കുചേർന്നപ്പോൾ സംഘപരിവാർ തല്ലിക്കൊല്ലാനുള്ള അവസരമായാണ് ഇതിനെ കണ്ടതെന്ന് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. വിഷവിത്ത് പാകി മുളപ്പിക്കാൻ തീരുമാനിച്ച് ഒരു കൂട്ടരിറങ്ങിയിരിക്കുകയാണ്. അവർക്ക് ഏത് ചെറിയ കാര്യവും വിദ്വേഷ പ്രചരണത്തിന്റെ വഴിയാണ്. കശ്മീരിൽ ഭീകരാക്രമണമുണ്ടായി. എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേർന്നു. പക്ഷേ അത് തല്ലിക്കൊല്ലാനുള്ള ഒരു അവസരമായി പ്രയോജനപ്പെടുത്തിയത് ഇന്ത്യയിലെ സംഘപരിവാറാണ്. ഒറ്റപ്പാലത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കുക, താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി സ്ഥിരം സൂപ്രണ്ടിനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനത്തിൽ ഉയർത്തി. ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് ഉമർ അമ്പലപ്പാറ, കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് AM അബ്ദുൽ കരീം, ജില്ലാ പ്രസിഡന്റ് KC നാസർ, ജില്ലാ ജനറൽ സെക്രട്ടറി P മോഹനൻ തുടങ്ങിയവരും സംസാരിച്ചു. വിസ്ഡം സ്റ്റുഡൻസ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് 11 പെരിന്തൽമണ്ണയിൽ നടക്കും. കോൺഫറൻസിന്റെ ഭാഗമായി 5 ദിവസത്തെ സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനവും സംഘടിപ്പിക്കും. പുതിയ തലമുറയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം, ആക്രമണ പ്രവണതകൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ആത്മഹത്യാ പ്രവണത തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനത്തിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് 11 പെരിന്തൽമണ്ണയിൽ നടക്കും. കോൺഫറൻസിന്റെ ഭാഗമായി ദി സൊല്യൂഷൻ എന്ന പേരിൽ 5 ദിവസത്തെ വൈജ്ഞാനിക പ്രദർശനം ചൊവ്വാഴ്ച ആരംഭിച്ചു. സിന്തറ്റിക് ഡ്രഗ്സുകളടക്കം വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം, കുറ്റകൃത്യങ്ങൾ, അസാൻമാർഗിക പ്രവണതകൾ, അക്രമരാഷ്ട്രീയം, മാനസിക രോഗങ്ങൾ, ആത്മഹത്യാ പ്രവണതകൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാർഗങ്ങൾ ദി സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനത്തിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രതിസന്ധികൾ നമുക്കൊക്കെ അറിയാം. ഓരോ ദിവസവും ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അഡിക്ഷൻ, ഡിപ്രഷൻ, അവർക്കിടയിലുള്ള മാനസിക രോഗങ്ങൾ, ആത്മഹത്യാ പ്രവണതകൾ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പരിഹാരങ്ങളെ കുറിച്ച് പലപ്പോഴും ആളുകൾ പറയുന്നില്ല. പരിഹാരങ്ങളെ പറ്റി പറയാൻ അതാണ് വിസ്ഡം സ്റ്റുഡൻസ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ പരിഹാരത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് മെയ് 6 മുതൽ ദ സൊല്യൂഷൻ എന്ന പേരിൽ പെരിന്തൽമണ്ണയിൽ ഒരു വൈജ്ഞാനിക പ്രദർശനവും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. 11 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന വിദ്യാർത്ഥി മഹാസമ്മേളനം സൗദി അറേബ്യ എംബസി ഷെയ്ഖ് ബദർ നാസർ മുജൈനി അൽ അനസി ഉദ്ഘാടനം ചെയ്യും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രി MB രാജേഷ്, ET മുഹമ്മദ് ബഷീർ MP, നജീബ് കാന്തപുരം, കനയ്യകുമാർ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മതനേതാക്കൾ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് എതിർവശത്താണ് സമ്മേളനവേദി. വിസ്ഡം സ്റ്റുഡൻസ് കേരള പ്രസിഡന്റ് അർഷദ് അൽ ഹിക്കമി താനൂർ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷഹബാസ് K അബ്ബാസ്, വിസ്ഡം സ്റ്റുഡൻസ് ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ദാനിസ് സുല്ലമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് കല്യാണക്കാപ്പ് കുളപ്പാടം കോട്ടപ്പുറം റോഡിൽ കൾവർട്ട് നിർമ്മാണം. കുളപ്പാടം പൂന്തിരുത്തിക്കുന്ന മേഖലയിലുള്ളവർ യാത്രാ ദുരിതത്തിലായി. മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് പൂന്തിരുത്തിക്കുന്നിലെത്താൻ കുലുക്കിലിയാട് വഴി ചുറ്റിത്തിരിയണം. 2 ഘട്ടമായി കൾവർട്ട് നിർമ്മിക്കാനുള്ള വീതിയില്ലെന്ന് അധികൃതർ. കുളപ്പാടം അയ്യപ്പൻകാവിന് സമീപത്തായാണ് കൾവർട്ട് നിർമ്മിക്കുന്നത്. ഇതിനായി റോഡ് കുറുകെ പൂർണ്ണമായും മുറിച്ചതോടെ വാഹനങ്ങൾക്ക് പോകാൻ വഴിയില്ലാതായി. വഴിക്കുന്ന്, പൂന്തിരുത്തിക്കുന്ന്, ആലിക്കൽ, ഞെട്ടര ഭാഗങ്ങളിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് ഇതുമൂലം യാത്രാ ദുരിതത്തിലായത്. അത്യാവശ്യമായി രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ പോലും കുലുക്കിലിയാട്, നായാടിപ്പാറ, ആര്യമ്പാവ് വഴി തിരിഞ്ഞു പോകണം. പാറ വഴി റോഡുണ്ടെങ്കിലും യാത്രായോഗ്യമല്ല. സാധാരണ കൾവർട്ട് നിർമ്മിക്കുമ്പോൾ ഒരു ഭാഗം ആദ്യം കോൺക്രീറ്റ് ചെയ്ത ശേഷമാണ് ബാക്കി ഭാഗം റോഡ് മുറിക്കുക. ഇവിടെ റോഡ് പൂർണ്ണമായും മുറിക്കുകയാണ് ചെയ്തതെന്നാണ് നാട്ടുകാരുടെ പരാതി. സ്കൂൾ തുറന്നാൽ കുട്ടികൾ കൂടി യാത്രാ ദുരിതത്തിലാകും. അതേസമയം ഇവിടെ 2 ഘട്ടമായി കൾവർട്ട് നിർമ്മിക്കാനുള്ള സൗകര്യമില്ലെന്ന് അധികൃതർ പറഞ്ഞു. ഒരു വശത്ത് വൈദ്യുത തൂണും മറുവശത്ത് ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തൂണുമാണുള്ളത്. ഇത് രണ്ടുമുള്ളതിനാൽ 2ആക്കി കോൺക്രീറ്റ് ചെയ്യാനുള്ള വീതിയില്ല. മാത്രമല്ല, കരിങ്കൽക്കെട്ടിനോട് ചേർന്ന് കൾവർട്ട് നിർമ്മിക്കുന്നതിനാൽ 2ആയി കോൺക്രീറ്റ് ചെയ്താൽ ബലത്തെ ബാധിക്കും. നിർമ്മാണം അതിവേഗത്തിൽ നടത്തി കൾവർട്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും അധികൃതർ അറിയിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് ഇലക്ട്രിക് വീൽചെയറുകളും വയോജനങ്ങൾക്ക് സഞ്ചാര സഹായികളും വിതരണം ചെയ്തു. VK ശ്രീകണ്ഠൻ MP വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ പദ്ധതിയെക്കുറിച്ചും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രസിഡന്റ് ശ്രീ ഹനീഫ വളരെ വിശദമായി സംസാരിക്കും. ഞാൻ നല്ല ആകാംക്ഷയോടുകൂടിയും ജിജ്ഞാസയോടുകൂടിയും ആണ് അതെല്ലാം കേട്ടത്. ഒരു ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക ഗവൺമെൻറ്റാണ്. പ്രാദേശിക സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഭരണഘടനാ സംവിധാനം. ഇലക്ഷൻ വരും, 5 വർഷം കൂടുമ്പോൾ മാറും, തുടരും, ഒക്കെ സംഭവിക്കും. അരക്കുതാഴെ ചലനശേഷിയില്ലാത്ത 8 പേർക്കാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തത്. ഇതിനായി 8.5 ലക്ഷം രൂപ ചിലവഴിച്ചു.
5 ലക്ഷം രൂപ ചിലവഴിച്ച് 20 വയോജനങ്ങൾക്ക് സഞ്ചാര സഹായികളും വിതരണം ചെയ്തു. VK ശ്രീകണ്ഠൻ MP വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ K അനസ്, KK ഷൗക്കത്ത്, ഉമർ കുന്നത്ത്, EP ബഷീർ, CV വിജിത, നിഷാരാമൻ, R പ്രഭാവതി, ലക്ഷ്മിക്കുട്ടൻ എന്നിവരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും P മോഹനൻ, K അബ്ദുറഹ്മാൻ, KT രാമചന്ദ്രൻ, K പ്രേംകുമാർ, PC കുഞ്ഞിരാമൻ, CK മുഹമ്മദ്, N മോഹനൻ, P അശോകൻ, K പ്രകാശൻ, രാജു കരിയോട്, PT കുമാരൻ എന്നിവരും പ്രസംഗിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയുടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി പഴയ കെട്ടിടം പൊളിച്ചു നീക്കി. നഗരസഭയുടെ നേതൃത്വത്തിലാണ് കെട്ടിടം പൊളിച്ചത്. നഗരസഭയുടെ നേതൃത്വത്തിലാണ് പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനായാണ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയത്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുന്നതിനായി സ്കൂൾ PTA നിർമ്മാണ ഏജൻസിയായ കിലയെയും കരാറുകാരനെയും പഴയ കെട്ടിടം പൊളിച്ച വിവരം രേഖാമൂലം അറിയിച്ചു. പഴയ കെട്ടിടം പൊളിച്ചു നീക്കാതെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന പ്രവർത്തികൾ നഗരസഭ വൈകിപ്പിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് സ്കൂൾ PTA രംഗത്ത് വന്നിരുന്നു. കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ് എന്ന മുദ്രാവാക്യമുയർത്തി കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ മെയ് 10 മാരത്തോണും വാക്കത്തോണും സംഘടിപ്പിക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായിക വകുപ്പ് മന്ത്രിയുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി മെയ് 10 പെരിന്തൽമണ്ണയിൽ മാരത്തോണും വാക്കത്തോണും സംഘടിപ്പിക്കും. സമൂഹത്തെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയാണ് ലക്ഷ്യം. ടൗൺ സ്ക്വയറിൽ നിന്ന് രാവിലെ 6 മണിക്ക് ആരംഭിച്ച് ഷിഫ കൺവെൻഷൻ സെന്റർ, ബൈപ്പാസ് റോഡ്, ജൂബിലി ജംഗ്ഷൻ, പട്ടാമ്പി റോഡ് വഴി തിരിച്ച് ടൗൺ സ്ക്വയറിൽ മാരത്തോൺ അവസാനിക്കും. ജില്ലയിലെ പുരുഷ, വനിതാ കായിക താരങ്ങൾക്ക് മാരത്തോണിൽ പങ്കെടുക്കാം. വിജയികൾക്ക് ക്യാഷ് പ്രൈസ് സമ്മാനിക്കും. 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 15,000, 10,000, 7,500 രൂപ എന്നിങ്ങനെയാണ് സമ്മാനമായി ലഭിക്കുക. മറ്റു 7 സ്ഥാനക്കാർക്ക് 2,000 രൂപ വീതവും ക്യാഷ് പ്രൈസ് നൽകും. മാരത്തോണിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മെയ് 8 5 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. നീന്തൽ ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമെന്ന് തെളിയിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ ആയുർവേദ ഡോക്ടർ കൃഷ്ണദാസ്. ആയിരക്കണക്കിന് ആളുകൾക്ക് നീന്തൽ പഠിപ്പിച്ചു എന്നത് മാത്രമല്ല, ജലവ്യായാമത്തിലൂടെയും ആയുർവേദ ചികിത്സയിലൂടെയും പലരെയും ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പ്രഭാതങ്ങളിൽ അമൃതം പൊയ്കയിലെ നീന്തലും കുളിയും ഈ കൂട്ടായ്മയും ഏറെ സന്തോഷകരമാണ്. ആയുർവേദ ഡോക്ടറായ P കൃഷ്ണദാസിന്റെ വേറിട്ട ചികിത്സാ രീതിയായ നീന്തൽ വ്യായാമം എരവിമംഗലത്തെ അമൃതം പൊയ്കയിലാണ് നടക്കുന്നത്. പ്രകൃതിജന്യമായ നീരുറവയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് അമൃതം പൊയ്ക. പല രോഗങ്ങൾക്കും പ്രതിവിധിയാണ് കുളത്തിലെ നീന്തൽ. ഇത് തിരിച്ചറിഞ്ഞ് കടുത്ത വേനലിൽ പോലും വറ്റാത്ത ഈ കുളം 15 വർഷം മുൻപ് ഏറ്റെടുത്ത് ഡോക്ടർ സംരക്ഷിച്ചു പോന്നു. മനസ്സിനും ശരീരത്തിനും ഒരേപോലെ നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു രാവിലെകളാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. കുട്ടികൾ ഇവിടെ നമുക്ക് ഒരൊറ്റ ഇതേ ഉള്ളൂ, മനുഷ്യൻ എന്ന ഒരൊറ്റ ജീവികളെ ഇവിടെ ഉള്ളൂ, ഒറ്റ വികാരമേ ഉള്ളൂ, അത് സ്നേഹത്തിൻ്റേതാണ്. കാരണം നമ്മുടെ ഇവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. നമ്മളെല്ലാവരും മനുഷ്യരായിട്ട് കാണുന്ന, വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ സമയം ചെലവഴിക്കുന്ന ഒരു വേദിയാണ് ഈ അമൃതം പൊയ്കയിലേത്. അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിനും മനസ്സിനും ആരോഗ്യമേകുന്നു. ഇത് മൊത്തം സമൂഹത്തിന് വളരെ മാതൃകയായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഞങ്ങളിവിടെ കാഴ്ചവെക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അപൂർവമായിരിക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒരു കുളത്തിൽ സജീവമായിട്ട് എന്നും നിലനിൽക്കുന്നത്. ഇത് കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല ഈ ചികിത്സയിൽ ഞങ്ങളൊരു ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ചാണ് നടത്തുന്നത്. ചികിത്സയിൽ ഈ അമൃതം പൊയ്കയുടെ ഒരു പ്രാധാന്യം ഞങ്ങൾ നിരീക്ഷണത്തിൽ നിന്ന് വ്യക്തമായത് കഴിഞ്ഞ ഏതാനും ദിവസത്തിൽ ഇവരെല്ലാം സാക്ഷികളാണ്. പക്ഷാഘാതജന്യ വൈകല്യങ്ങളായിട്ട് ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന പല ആളുകളെയും
നമുക്ക് അവരെ തിരിച്ചു പിടിക്കുക, എത്രയും പെട്ടെന്ന് അവരെ രോഗശാന്തി വരുത്താനും അവരുടെ പുതിയ ഒരു ജീവിതത്തിലേക്ക് അവരുടെ ജോലിയിലേക്കൊക്കെ തിരിച്ചു പോകുന്നതിന് കഴിയുന്നതിനും അമൃതം പൊയ്കയിലെ നീന്തലും ഇവിടുന്ന് കൊടുക്കുന്ന ഈ ജലവ്യായാമങ്ങളും ചികിത്സകളും ഒക്കെ പര്യാപ്തമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജലസംരക്ഷണത്തിനും രോഗശാന്തിക്കും പ്രാധാന്യം നൽകി നീന്തൽ കൂട്ടായ്മ തന്നെ രൂപീകരിച്ചു. പ്രഭാതത്തിൽ അമൃതം പൊയ്കയിലെ ഈ സ്നേഹക്കൂട്ടായ്മയും നീന്തൽ വ്യായാമവും ഏറെ സന്തോഷപ്രദമാണെന്നും ഉണർവും ഊർജവും നൽകുന്നുവെന്നും യുവ ഡോക്ടർ വരുൺ പറഞ്ഞു. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന് ആ ഒരു നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അത് കഴിഞ്ഞിട്ട് നീന്തി വന്ന് അപ്പം ലഭിക്കുന്ന ആ ഒരു സന്തോഷം, ആ ഒരു ഊർജം, അത് അങ്ങോളം നമ്മുടെ രാത്രി കിടക്കുന്നത് വരെ നമുക്ക് ആ ഒരു എനർജി നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പം നമുക്കിപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ നിന്നുണ്ടെങ്കിലും രാവിലെ ഇവിടെ വന്ന് നീന്തി കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു ഉണർവും ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത്രയും കുട്ടികളുടെ ആ ഒരു കലപിലയും ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം തരുന്ന ഒരിതാണ്. പിന്നെ നീന്തലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ ശരീരത്തിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നീന്തൽ ഒരു പരിധിവരെ നമുക്ക് പരിഹാരമാണ്. ദിവസവും രാവിലെ 7 മണിയോടെ നീന്തൽ ആരംഭിക്കും. കുട്ടികൾ, യുവാക്കൾ, സ്ത്രീകൾ, മുതിർന്നവർ ഉൾപ്പെടെയുള്ളവർ ദിവസവും നീന്താൻ എത്തുന്നുണ്ട്. തങ്ങൾ ആരോഗ്യത്തോടെ നിലനിൽക്കുന്നത് വ്യായാമം സ്ഥിരമാക്കിയത് കാരണമാണെന്ന് മുതിർന്നവർ പറയുന്നു. ഞാനിപ്പോൾ എനിക്ക് 63 പ്ലസ്സായി. എന്നാലും ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ അതിൻ്റെ രഹസ്യം ഈ കുളം തന്നെയാണ്. എവിടെ എന്ത് ഫിസിക്കൽ പെയിനായാലും മെൻ്റൽ പെയിനായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകാറില്ല. ഇവിടെ വന്നിട്ട് നീന്തിയിട്ട് ആണ് ഞാനത്, എൻ്റെ അനുഭവമാണ്. എന്ത് പെയിന് വന്നാലും ഞാൻ മാറ്റിയെടുക്കുന്നത് കുളത്തിൽ വന്നിട്ടാണ്. അത്രയും സ്വിമ്മിങ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല എക്സസൈസ്. ഞാൻ ഈ അമൃതം പൊയ്കയിൽ വളരെ റെഗുലറായി വരുന്നുണ്ട്. രാവിലെ വരുന്നുണ്ട്, നീന്തുന്നുണ്ട്. സീനിയർ സിറ്റിസനാണ്. മാത്രമല്ല ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ കാലമായിട്ട് സീനിയർ സിറ്റിസനായി കണ്ടിന്യൂ ചെയ്യുന്ന ആളാണ്. എന്ന് പറയാൻ തന്നെ 71 വയസ്സായി എനിക്ക്. ഇവിടെ നീന്ത ശേഷം എനിക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യപ്രായം. വേദനകൾ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് പുറമെ ഒരു ജലദോഷം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ വെള്ളമായിട്ട് സമ്പർക്കം പുറത്തുനിന്നുകൊണ്ടായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. 40 വർഷമായി ആതുരാലയങ്ങളുടെ നഗരമായ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന അമൃതം ആയുർവേദിക് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഭാഗമായാണ് ഈ കുളം നിലനിർത്തി പോരുന്നത്. ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി കൃഷ്ണദാസ്, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷീബ കൃഷ്ണദാസ് എന്നിവരുടെ ചികിത്സയിലൂടെ അനേകം ആളുകൾ രോഗശാന്തി നേടി പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ശരീരം തളർന്ന് ദുരിതജീവിതം നയിച്ചിരുന്ന പലർക്കും അമൃതം ആയുർവേദ ചികിത്സയിലൂടെ ആശ്വാസം ലഭിച്ചു. ഈ അമൃതം ആയുർവേദാശുപത്രി കഴിഞ്ഞ 40 വർഷമായിട്ട് പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പക്ഷാഘാതജന്യമായ വൈകല്യങ്ങൾ, അപകടങ്ങളെ തുടർന്നുണ്ടാകുന്ന വൈകല്യങ്ങൾ, നമ്മൾ ശയ്യാവലംബർക്കൊക്കെ വളരെ പ്രതീക്ഷ നൽകുന്ന ചികിത്സാ പദ്ധതികളാണ് അമൃതം ആശുപത്രി ഇതുവരെ നൽകിയിരുന്നത്. ഈയിടെ നമ്മൾ നടത്തിയിട്ടുള്ള ഇതൊരു ഗവേഷണ രീതിയാലാണ് നമ്മളിവിടെ ചികിത്സ നടത്താറ്. ഒരു 15ഓളം പക്ഷാഘാതജന്യ വൈകല്യങ്ങൾ ബാധിച്ച രോഗികളിൽ ഞങ്ങൾ നടത്തിയ ഒരു നിരീക്ഷണത്തിൽ എടുത്തു പറയാവുന്ന ഒരു 3-4 കേസുകൾ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഫലം കിട്ടിയ കേസുകൾ ഈ സൗദി അറേബ്യയിൽ വെച്ചിട്ടും അൻഡമാനിൽ വെച്ചിട്ടൊക്കെ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന 50-നും 60-നും ഇടയിൽ പ്രായമുള്ള ഒരു 15ഓളം രോഗികളിൽ, അതും മെയിൽ പേഷ്യൻസ് ആയിരുന്നു. അവരിൽ നടത്തിയ ഒരു നിരീക്ഷണത്തിൽ നിന്ന് അവർ ശയ്യാവലംബരായിട്ടാണ് നമ്മളെടുത്ത് വന്നിരുന്നത്. ഒരു ഭാഗം തളർന്നുപോയി, കയ്യും കാലും അനക്കാൻ വയ്യാതെ, മൂക്കിൽ നേസൽ ഫീഡിങ് നടത്തിക്കൊണ്ട് യൂറിൻ ട്യൂബൊക്കെ ഇട്ടിട്ട് വന്ന ആൾക്കാർ നമ്മൾ ആയുർവേദ ചികിത്സയും അതോടൊപ്പം തന്നെ അകത്തേക്ക് കൊടുക്കുന്ന മരുന്നുകൾ, നമ്മുടെ പഞ്ചകർമ്മ ചികിത്സകൾ, ഇവരെ ഒരുവിധം
നമുക്ക് വാഹനത്തിൽ കയറ്റി നമ്മുടെ അമൃതം പൊയ്കയിൽ കൊണ്ടുപോകാറാകുമ്പോൾ അവർ നമ്മൾ അമൃതം പൊയ്കയിൽ കൊണ്ടുപോയി നീന്തൽ വ്യായാമത്തിനും കൂടി വിധേയമാക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് അവരുടെ പുനരധിവാസം, അതായത് സാധാരണ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യമായിട്ടുള്ളത്. വിവിധ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീരോഗികൾക്ക് ഫലപ്രദമായ ആയുർവേദ ചികിത്സാ രീതികൾ ഡോക്ടർ ഷീബ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലാണ് ചെയ്തു വരുന്നത്. പിഴിയൽ, വസ്തി, ധാര, നസ്യം തുടങ്ങിയ പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് ഏറെ ശ്രദ്ധ നൽകുന്നു. ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന നട്ടെല്ല് വേദന, തോൾ വേദന, മുട്ടുവേദന ഇവയ്ക്കൊക്കെ ചികിത്സയോടൊപ്പം ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയോടൊപ്പം നീന്തലും ചെയ്തിട്ട് നല്ല ഫലം കാണുന്നുണ്ട്. സ്ത്രീകൾക്കുണ്ടാകുന്ന PCOD, അതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, സ്ത്രീകൾക്കുണ്ടാകുന്ന വന്ധ്യത ഇവയ്ക്കൊക്കെ ആയുർവേദ ചികിത്സയോടൊപ്പം നീന്തലും ചെയ്തിട്ട് നല്ല ഫലം കാണുന്നുണ്ട്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ഡീജനറേറ്റീവ് സ്പൈൻ, ഈ നട്ടലിൻ്റെ തേയ്മാനം, നമ്മൾ ഇഷ്ടംപോലെ കേസസ് എല്ലാവരും അനുഭവിക്കുന്നതാണ്. നട്ടലിൻ്റെ വേദനകൾ, അത് തേയ്മാനമാണെന്ന് പറയും. MRI എടുക്കുമ്പോൾ ഡീജനറേറ്റീവ് സ്പൈനാണ്, സെർവൈക്കൽ സ്പോണ്ടൈലിസിസ്, ആംഗുലർ സ്പോണ്ടൈലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നട്ടല് സംബന്ധമായിട്ട് ഒരുപാട് പ്രോബ്ലംസ്. ഇപ്പോൾ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലും മൊബൈലിൻ്റെ മുമ്പിലൊക്കെ ഏതാ ഇത്തരം കണ്ടീഷൻസിൽ ഇപ്പോൾ ഒരു 30 വയസ്സ് 35 വയസ്സ് തന്നെ ഡീജനറേറ്റീവ് സ്പൈൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളാരും സൂര്യപ്രകാശവും ഈ പ്രകൃതിയിലെ യാതൊന്നുമായിട്ടൊരു ബന്ധമില്ലാണ്ട് വെറും AC ഉള്ളിലൊക്കെ ഉള്ള ഒരു ജീവിതത്തിൽ പോയതുകൊണ്ടുണ്ടായ ഫലമാണ് ഇത്. അപ്പോൾ അത് മാറ്റിയെടുക്കുന്നതിന് നമ്മൾ വളരെ ഫലപ്രദമായിട്ടുള്ള റിസൾട്ടാണ് ആയുർവേദ ചികിത്സയും ഈ നീന്തൽ തെറാപ്പിയും കൊണ്ട് നമുക്ക് കിട്ടാറുള്ളത്. നട്ടെല്ലിന്റെ തേയ്മാനം സംബന്ധമായ വിവിധ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് നീന്തൽ തെറാപ്പിയിലൂടെയും വ്യായാമത്തിലൂടെയും മറ്റും ഫലം കണ്ടുവരുന്നുണ്ട്. പക്ഷാഘാതത്തിന്റെ ഓരോ അവസ്ഥയിലും വെവ്വേറെ ചെയ്യേണ്ട ചികിത്സാ രീതികൾ ഡോക്ടർ ദമ്പതികളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി നിരവധി രോഗികളെയാണ് സുഖാവസ്ഥയിലേക്ക് നയിച്ചത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ മെമ്പേഴ്സ് ലോഞ്ച് സജ്ജമായി. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മെമ്പേഴ്സ് ലോഞ്ചിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ സജ്ജമാക്കിയ മെമ്പേഴ്സ് ലോഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുളത്ത് ചടങ്ങിൽ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർമാർക്ക് സന്ദർശകരെ സ്വീകരിക്കാനാണ് ലോഞ്ചിങ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതോടെ അംഗങ്ങൾക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താവുന്ന സൗകര്യമായി. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK അമ്മു, അസീസ് പട്ടിക്കാട്, അംഗങ്ങളായ മുഹമ്മദ് നയീം, നാലകത്ത് ഷൗക്കത്ത്, ബ്രബിന ഹബീബ്, വിൻസി അനിൽ, മുൻഷിർ, ഉമ്മു സൽമ, കമലം, റജീന, ഗിരിജ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K പാർവതി തുടങ്ങിയവർ പങ്കെടുത്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് 3 ലക്ഷം രൂപ വകയിരുത്തി വായനശാലകൾക്ക് ഫർണിച്ചർ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M സൈദാലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 വായനശാലകൾക്കാണ് ഫർണിച്ചറുകൾ നൽകിയത്. വികസന സ്ഥിരം സമിതി അധ്യക്ഷരായ VK രാധിക, സുമിത, P സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവരെയെല്ലാം പരിഗണിച്ചുകൊണ്ട് അവർക്ക് കൂടി ചേരാനും അവർക്ക് പ്രവർത്തിക്കാനും ഒന്നിച്ചിരിക്കാനുമുള്ള ഒരു കേന്ദ്രമായി, ഒരു പൊതു കേന്ദ്രമായി നമ്മുടെ വായനശാലകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അല്ലെങ്കിൽ ഏത് വിശേഷ അവസരങ്ങൾ ഏതാണെങ്കിലും വായനശാലകൾ അതെല്ലാം കേരള ചാരിറ്റി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സംഘടിപ്പിച്ച പൈതൃക പഠനയാത്രയ്ക്ക് അട്ടപ്പാടിയിൽ സ്വീകരണം നൽകി. ദേശീയ അവാർഡ് ജേതാവ് ഗായിക നഞ്ചിയമ്മ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കേരള ചാരിറ്റി ഫൗണ്ടേഷൻ KCF തിരയിളക്കം 2025 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഭിന്നശേഷി വ്യക്തികളുടെ അവകാശങ്ങളും ക്ഷേമങ്ങളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നന്മയും ഒരുമയും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കേരള ചാരിറ്റി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു വിനോദയാത്ര. അട്ടപ്പാടി ക്യാമ്പ് സെന്ററിൽ നടന്ന ഭിന്നശേഷി സാംസ്കാരിക പൈതൃക സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാജു അട്ടപ്പാടി ഉദ്ഘാടനം ചെയ്തു. KCF പ്രസിഡന്റ് അബു വേങ്ങമണ്ണിൽ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ അബ്ദുൾ റസാഖ് മാളിയക്കൽ, സെക്രട്ടറി മുംതാസ് എന്നിവർ ആമുഖ പ്രഭാഷണം നടത്തി. ഗോത്രഗായികയും ദേശീയ അവാർഡ് ജേതാവുമായ നഞ്ചിയമ്മ, സാംസ്കാരിക പ്രവർത്തകൻ മണി പറമ്പട്ട്, ജീവകാരുണ്യ പ്രവർത്തകൻ അസീസ് മഞ്ചേരി, പ്രസന്ന ഗോപാലൻ കൊട്ടാരക്കര, ഇക്ബാൽ അട്ടപ്പാടി, ശ്രീധരൻ അട്ടപ്പാടി, BM ലത്തീഫ്, വേണുഗോപാൽ, ഇരുള ഭാഷാകവി മണികണ്ഠൻ അട്ടപ്പാടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നഞ്ചിയമ്മയും മണികണ്ഠൻ അട്ടപ്പാടിയും ഗാനാലാപനം നടത്തി. ചടങ്ങിൽ നിർധന കുടുംബത്തിന് തയ്യൽ മെഷീൻ നൽകി.
ചക്രകസേരയിൽ ഇരുന്നും മനസ്സിലുറപ്പിച്ച ചുവടുകളും താളവും ഹൃദ്യമാക്കി KCF അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് വാളയാർ ടോൾ പ്ലാസയിൽ എക്സൈസ് സംഘം 1 കിലോ MDMA പിടികൂടി. തൃശൂർ മുകുന്ദപുരം സ്വദേശിയായ യുവാവിനെ അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ ജൽജീവൻ മിഷൻ പദ്ധതിക്ക് KSCBയുടെ സ്റ്റോപ്പ് മെമ്മോ. അനുമതിയില്ലാതെ KSCBയുടെ സ്ഥലത്ത് കിണർ നിർമ്മിക്കുന്നതെന്ന് പരാതി. BJPക്കെതിരെ ആരുമായും സഖ്യത്തിന് തയ്യാറെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്നും റസാഖ് പാലേരി. വിസ്ഡം കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് 11 പെരിന്തൽമണ്ണയിൽ 5 ദിവസത്തെ വൈജ്ഞാനിക പ്രദർശനം ആരംഭിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.